ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കെ.എസ്.ഇ.ബി. ചീഫ് എഞ്ചിനീയർ കറുപ്പംകുട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ സന്ദർശനം നടത്തി. ഡാം തുറക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ഡാം തുറക്കുന്നതിന് 6 മണിക്കൂർ മുൻപ് മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം പൂർണ്ണസജ്ജമാണെന്നും അദ്ദേഹം ഇടുക്കിയിൽ പറഞ്ഞു. 99% വെള്ളമായാലേ നമ്മൾ തുറക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് ഇപ്പോൾ 98% കഴിഞ്ഞു. ഇൻഫ്ലോ കൂടുതലാണ്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ ലെവൽ 99% കവിയും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നത്. അത് 2402.15 അടിയാവുമ്പോൾ നമ്മൾ ഗേറ്റ് തുറന്ന് 2403 ലെവലിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇന്നത്തെ ലെവൽ അനുസരിച്ചാണെങ്കിൽ ഒരു ദിവസം എടുക്കും. പക്ഷേ നമ്മൾ രാവിലെ ഏതെങ്കിലും ദിവസമേ തുറക്കുള്ളൂ. ദുരന്ത നിവാരണ സേനയുടെ ഒരു സംഘം ആർക്കോണത്ത് നിന്ന് എറണാകുളത്തേക്ക് തിരിച്ചു. ഇവർ എറണാകുളത്താണ് ക്യാമ്പ് ചെയ്യുക. ഇടുക്കി ജില്ലാ കളക്ടർക്കാണ് ഇവരുടെ ചുമതല. കരസേനയുടെ ഒരു സംഘത്തെ തിരുവനന്തപുരത്ത് സജ്ജമാക്കി നിർത്തും. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ഡാം സുരക്ഷാ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇടുക്കി അണക്കെട്ട് തുറന്നാൽ റൺവേയിൽ വെള്ളം കയറുന്നതുൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എമർജൻസി സെൽ രൂപീകരിച്ചു. റൺവേയിൽ വെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക കനാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മണൽച്ചാക്കുകൾ ഉപയോഗിച്ച് വെള്ളം തടഞ്ഞു നിർത്താനുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായി. വെള്ളം പമ്പ് ചെയ്യാനുള്ള അത്യാധുനിക യന്ത്രങ്ങളും എത്തിച്ചതായി എയർപോർട്ട് ഡയറക്ടർ A.C.K. നായർ അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.